നെന്മാറ ഇരട്ടക്കൊലപാതക കേസിലെ പ്രതി ചെന്താമര കടുത്ത അന്ധവിശ്വാസിയായിരുന്നുവെന്ന് നാട്ടുകാർ. ഭാര്യ പിണങ്ങിപ്പോകാൻ കാരണം മുടി നീട്ടി വളർത്തിയ യുവതിയാണ് എന്ന് ജോത്സ്യൻ പറഞ്ഞതാണ് നെന്മാറയിൽ 3 പേരെ കൊലപ്പെടുത്തുന്നതിലേക്ക് നയിച്ചത്. നേരത്തെ സ്വന്തം ഭാര്യയെ പോലും ചെന്താമര കൊലപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട്. നാടിനെ നടുക്കിയ 3 അരും കൊലകൾ കൊലപാതകത്തിലേക്ക് നയിച്ചതാവട്ടെ അന്ധവിശ്വാസവും. ചെന്താമരയുടെ കുടുംബം തകർന്നതിന് പിന്നിൽ മുടി നീട്ടി വളർത്തിയ യുവതിയാണെന്ന് ഒരു ജോത്സ്യൻ പറഞ്ഞിരുന്നു. അത് വിശ്വസിച്ച ചെന്താമര പ്രദേശത്തെ സ്ത്രീകളെയെല്ലാം നിരന്തരം നിരീക്ഷിച്ചു. അതിൽ ഏറ്റവും മുടിയുള്ള സജിതയാകും ജോത്സ്യൻ പറഞ്ഞ യുവതിയെന്ന് മനസ്സിലുറപ്പിച്ചു. തുടർന്ന് സജിത ഫോണിൽ സംസാരിക്കുമ്പോൾ അത് തന്റെ ഭാര്യയോടാണെന്ന് കരുതി. ജോത്സ്യന്റെ വാക്ക് വിശ്വസിച്ച് 2019 സജിതയെ ക്രൂരമായി കൊലപ്പെടുത്തി. നേരത്തെ അങ്ങനെ ഇല്ലായിരുന്നു. പക്ഷെ ഭീഷണി പിന്നെ ഇവൻ ചെയ്തതിന് അതിന് മുമ്പ് അവനൊരു ചെറിയൊരു ഇതിങ്ങനെ നോട്ടം വെച്ചുകൊണ്ടിരിക്കണ്ടായിരുന്നു ഈ നേരത്തെ സജിതനെ. സംശയം പറഞ്ഞാൽ അവന് ഈ മന്ത്രവാദിയുടെയൊക്കെ ഒരു ചെറിയൊരു അഡിക്റ്റായിട്ട് നടക്കുന്ന ഒരു വ്യക്തിയാണ് ഈ ചെന്താമര പറയുന്നത്. അപ്പോൾ അവിടെ പോയിട്ട് ഓരോ കാര്യങ്ങളൊക്കെ മന്ത്രവാദിയത്തിൽ കൂടെ അറിഞ്ഞതിന് ശേഷം മുടി നിറയുള്ള ഒരു കുട്ടീനെ കൊല്ലണം പറഞ്ഞ് പറയുണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾക്ക് അറിവിൽ ഈ കുട്ടിയല്ലേ മുടിയിൽ തൊട്ട് ഫ്രണ്ടിലുള്ള വീടും അല്ലേ, ആ ഒരു ഉന്നം വെച്ചതിന് ശേഷമാണ് ആ കുട്ടീനെയല്ല, അല്ലാണ്ട് വേറെ ഒരു വൈരാഗ്യമോ മറ്റുള്ളതൊന്നും അതിനുള്ള. ഞങ്ങൾ വിട്ടൊന്നും കൊടുക്കില്ല. എന്നാലും ഇതേപോലെ പറഞ്ഞു കലക്ടർ വന്നിട്ട് ആ മരിപ്പ് എടുക്കാൻ സമ്മതിക്കുള്ളൂ പറഞ്ഞു. പിന്നെ സ്മെല്ലടിക്കാൻ തുടങ്ങിയപ്പോൾ ഇനി നമ്മളെ പറഞ്ഞിട്ടാണ് പറഞ്ഞു വിട്ടത്. കലക്ടർ വരട്ടെ വേണ്ട തന്നെ എടുക്കാൻ സമ്മതിക്കാണ്ട് 4:30 വരെ ഇരുത്തിയത്. സജിതയുടെ കൊലപാതക ശേഷവും മനസ്സിൽ വൈരാഗ്യം ഊട്ടിയുറപ്പിച്ചിരുന്ന പ്രതി സജിതയുടെ ഭർത്താവിനെയും ഭർത്തൃമാതാവിനെയും വകവരുത്തി. അടങ്ങാത്ത പകയുമായി നടന്നാണ് സുധാകരനെയും അമ്മയെയും കൊലപ്പെടുത്തിയത്. അവിടുത്തെ ആൾക്കാർ അയാൾ അങ്ങനെ എല്ലാവരുടെ അടുത്ത് സംസാരിക്കുക അങ്ങനെ ഒന്നും ചെയ്യില്ല. കുറച്ച് പേരുടെ അടുത്ത് മാത്രമേ സംസാരിക്കുള്ളൂ. അവരുടെ അടുത്താണ് ഇനിയും കൊല്ലണം, എന്റെ ലക്ഷ്യം കഴിഞ്ഞിട്ടില്ല. അയാൾക്ക് ഓരോ അന്ധവിശ്വാസം ഉള്ളതുകൊണ്ട് എന്റെ സാമി എന്റെ കണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അവിടുത്തെ ആൾക്കാരുടെ അടുത്തൊക്കെ പറയണ്ടായിരുന്നു. നമുക്കറിയില്ലല്ലോ, അല്ലെങ്കിൽ ആ അമ്മയെ കൊന്നു ഇനി നമ്മളെ ഉണ്ടാവില്ല എന്നൊരിതിലായിരുന്നു ഉണ്ടായിരുന്നത്. ആരുടെ അടുത്ത് അയാളൊന്നും സംസാരിക്കുക ഒന്നുമേ ചെയ്തിട്ടില്ല. അയാളെല്ലാം ഇരുന്ന് ജനാലിനുള്ളിൽ നിന്ന് നോക്കി, നമുക്ക് ഇവിടെ നിന്ന് നോക്കി അങ്ങനെ ഒന്നും കാണില്ല. ചെന്താമര നേരത്തെ സ്വന്തം ഭാര്യയെ കൊലപ്പെടുത്താൻ ശ്രമിച്ചതായും ബന്ധുക്കൾ പറയുന്നുണ്ട്. കൊടുവാൾ ഉപയോഗിച്ച് വെട്ടാൻ ശ്രമിച്ചതോടെയാണ് ഭാര്യ ഉപേക്ഷിച്ചു പോയതെന്നും ബന്ധുക്കൾ പറയുന്നു. ഇരുട്ടുമുറിയിലിരുന്ന് ജനാലയിലൂടെ പ്രദേശവാസികളെയെല്ലാം നിരന്തരം നിരീക്ഷിക്കുന്നതായിരുന്നു ചെന്താമരയുടെ സ്വഭാവം. പ്രദേശത്തെ മറ്റു ചില സ്ത്രീകളെയും പ്രതി ലക്ഷ്യം വെച്ചിരുന്നു. ജനം, പാലക്കാട്.